ആണ് കുറേ പേര് ഇപ്പോൾ ഇത് നിർത്തി പണിക്ക് പോയിക്കൂടെ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിർത്തി പണിക്ക് പോയിക്കൂടെ എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളതാണ്, പെട്ടെന്ന് ഇത് നിർത്തി പണിക്ക് പോകാനൊന്നും പറ്റില്ല. പിന്നെ കല്യാണം, അയ്യോ അത് കേട്ടിട്ടാണ് എനിക്ക് മടുത്തത്. ഇതിൻ്റെ ഒരിക്കൽ ഈ കല്യാണത്തിൻ്റെ ചർച്ചൻ്റെ പ്രശ്നമായിട്ടാണ്. ഇതിന് മുന്നേ കുറേ പേര് എന്നോട് ചോദിച്ചതുകൊണ്ടാണ് അതിനുള്ള ആൻസറായിട്ട് ഞാൻ ഒരു എന്താ പറയുക പൊട്ടത്തരം ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം അത് എൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണ്. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ അത് വലിയ ഒരു ഇതായി മാറി. പക്ഷെ ഞാൻ അത്രയും പ്രതീക്ഷിച്ചിട്ടൊന്നല്ല അത് ചെയ്തത്. ഇതേപോലെ ചോദിക്കുന്നവരൊന്നും വായടയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു സംഭവമാണ് അത്. അതിലും എനിക്ക് എന്താ പറയുക തിരിച്ചടി. പിന്നെ ഇപ്പോൾ വീണ്ടും നമ്മൾ ലൈവ് ഇടുമ്പോഴായാലും അല്ലാണ്ടായാലും കല്യാണമല്ലേ, കല്യാണം കഴിക്കണില്ലേ എന്നെല്ലാം ചോദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കല്യാണം എന്ന സംഭവം നമ്മളെ അറിഞ്ഞിട്ട് പറയാന്ന, ഞാനൊരാളല്ല, എൻ്റെ മക്കളുണ്ട്, ഞാനുണ്ട്. അപ്പം നമ്മൾ അടങ്ങണ ആ ഒരു കുടുംബത്തിനെ ഏറ്റെടുക്കാൻ പറ്റിയൊരു സംഭവം ആ ഒരു ഇതിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് അത് പിന്നീട് ഒരു പ്രശ്നമായി തീരുന്ന വിധത്തിലുള്ളൊരു കല്യാണം കഴിച്ചിട്ട് നമുക്ക് കാര്യമില്ല. അതിന് നമ്മൾ മിണ്ടാണ്ട് ഒറ്റയ്ക്ക് തന്നെ ജീവിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നവരുടെ അടുത്ത് പറയാനാണ്. പിന്നെ കുറേ പേര് ഡൗട്ടാണ്, കല്യാണം കഴിഞ്ഞില്ലേ, അന്ന് മേരെല്ലാം കാണിച്ചില്ലേ. അപ്പം ഞാനതാ പറയുന്നത്, അന്ന് മേരെല്ലാം കാണിച്ചതിൻ്റെ സംഭവം ഇങ്ങനെയാണ് പേരിലാണ് ഞാൻ അന്ന് അതെല്ലാം കാണിച്ചത്. അല്ലാണ്ട് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടല്ല, കല്യാണം ഞാൻ കഴിഞ്ഞിട്ടില്ല. പിന്നാളെ ഞാൻ കോഴിക്കോട് പോയപ്പോഴും ബീച്ചിൽ വെച്ചിട്ട് ഓരോരുത്തർ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഷാജി ശരിക്കും കല്യാണം കഴിഞ്ഞോന്ന്. ഇല്ല കേട്ടോ, കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ കുറേ പേരുടെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തിയിട്ട് പോകണം. കുറച്ച് ദിവസം വീഡിയോസ് ഇടാണ്ടായപ്പോൾ തന്നെ കുറച്ച് പേർക്ക് സന്തോഷമായിട്ടുണ്ട്, ഞാൻ വീഡിയോ ഇടില്ല, ഷാജി യൂട്യൂബ് ചാനൽ നിർത്തി, വീഡിയോസിന് അപ്ലോഡ് ചെയ്യില്ല എന്നെല്ലാം വിചാരിച്ചിട്ട് ഓരോരുത്തർ അങ്ങനെ അതെനിക്ക് അത് ഊഹിക്കാൻ പറ്റും. ഓരോരുത്തരുടെ ധ്വനി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇല്ല, ഞാൻ ചാനൽ നിർത്താനൊന്നും പോകണില്ല. 5 മക്കളെ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. ഷിബുട്ടിക്ക് 15 വയസ്സ്, ഇപ്പോൾ ഈ ഫെബ്രുവരിയിൽ അവനക്ക് 15 വയസ്സ് തുടങ്ങി. അവനൊരു കര കയറി കിട്ടിയാൽ എനിക്ക് സമാധാനമാണ്. അവനൊന്ന് ഒരു 2 കൊല്ലം 3 കൊല്ലം വെയിറ്റ് ചെയ്യേണ്ടി വരും. അവനൊന്ന് പച്ച പിടിച്ചാൽ പിന്നെ എനിക്ക് പ്രശ്നമില്ല. നോക്കാൻ ഒരാളുണ്ടല്ലോ, കൊണ്ടുവന്ന് തരാൻ ഒരാളുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലിരിക്കാം. പക്ഷെ ഇപ്പം എൻ്റെ അവസ്ഥ അങ്ങനെയല്ല. കൊണ്ടുവന്ന് തരാൻ ഒരാളില്ല. നമുക്ക് എന്നുള്ള എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നമ്മൾക്ക് പൈസ നമ്മളുടെ കയ്യിലല്ലാണ്ട് വേറെ ഒരാളുടെ അടുത്തില്ല, നമ്മൾ ചോദിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുവരെ ഞാനിപ്പോൾ ഇക്ക മരിച്ചിട്ട് ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. ഇതുവരെ പിടിച്ചു നിന്നത് ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ കിട്ടിയത് കൊണ്ട് അത്യാവശ്യം നമ്മളുടെ കാര്യങ്ങളെല്ലാം നടന്നു പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ പിടിച്ചു നിന്നത്. ഒരാൾ കയറി കിട്ടിയാൽ പിന്നെ ബാക്കിയുള്ളവർ തന്നെ പിന്നാലെ കയറി വന്നോളും. അതുകൊണ്ട് എനിക്ക് പേടിക്കാനില്ല.